മധ്യ കേരളത്തിലേക്ക് വരാം. എറണാകുളത്തേക്കാണ് നമ്മൾ അങ്ങനെ ഹൈറേഞ്ച് പിന്നിട്ട് ഇവിടെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ IT ടെക്നോ സിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എറണാകുളത്തെ സ്ഥിതി എന്ന് നോക്കാം. ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ 3 വാർഡിൽ മാത്രമേ LDF ഭരണത്തിൽ ഏറിയിട്ടുള്ളൂ, ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ്. അതായത് 2020 9 LDFന് ജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ അത് 3 ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ UDF വലിയ തിരിച്ചുവരവ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ നടത്തിയിരിക്കുകയാണ്. 25 വാർഡിൽ UDF ജയിച്ചിരിക്കുകയാണ്. അത് സ്വതന്ത്രരടക്കം മറ്റിടത്ത് 2 അങ്ങനെ ജയിച്ചവരുമുണ്ട്. ഇനി നമുക്ക് കോർപ്പറേഷനിലേക്ക് നോക്കാം. കോർപ്പറേഷൻ ഇത്തവണ LDFനെ കൈവിട്ടിരിക്കുകയാണ്. 38 വാർഡിൽ 2020 LDF ജയിച്ചുവെങ്കിൽ ഇത്തവണ അത് 20 ചുരുങ്ങിയിരിക്കുകയാണ്. 76 വാർഡിൽ 20 മാത്രമേ LDF സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പകരം UDFന്റെ കാര്യം നോക്കൂ. UDF വലിയ തിരിച്ചുവരവ് കോർപ്പറേഷൻ തലത്തിൽ നടത്തിയിരിക്കുകയാണ്. 31 ഡിവിഷനിൽ 2020 ജയിച്ച UDF അത് 46 ആക്കി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇനി NDAയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ആയിരുന്നു, അത് 6 ആക്കി ഉയർത്താൻ NDAക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നഗരസഭയുടെ കാര്യത്തിൽ വന്നാൽ 13 നഗരസഭകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ ഇത്തവണ LDFനെ സംബന്ധിച്ച് വലിയൊരു വട്ടപൂജ്യമാണ്. 2020 4 നഗരസഭ പിടിക്കാൻ LDFന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പകരം UDF 9 നിന്ന് അത് 12 ആക്കി ഉയർത്തിയിട്ടുണ്ട്. 12 നഗരസഭകളിൽ UDF ഭരണത്തിലാണ് ഇത്തവണ എന്നതാണ്. NDA ഒരു നഗരസഭ പിടിച്ചിട്ടുണ്ട് എറണാകുളത്തെ. എന്തായാലും ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 2020 13 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം LDF ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് 1 ചുരുങ്ങിയിട്ടുണ്ട്. 14 ബ്ലോക്ക് പഞ്ചായത്താണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അതിൽ ഒരിടത്ത് മാത്രമാണ് LDF ഭരണത്തിലേറുന്നത്. ഇനി UDF അക്കാര്യത്തിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 7 ഉണ്ടായിരുന്നത് 12 ആക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 82 ഗ്രാമപഞ്ചായത്തുണ്ട്. അതിൽ വലിയ തിരിച്ചടി LDFന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നേരിട്ടിരിക്കുകയാണ്. 30 ഗ്രാമപഞ്ചായത്തിൽ ഭരണമുണ്ടായിരുന്നിടത്ത് 2020 ഇത്തവണ 2025 7 ഗ്രാമപഞ്ചായത്തായി ചുരുങ്ങിയിരിക്കുന്നു. UDFന്റെ കാര്യം നോക്കൂ. 48 ഗ്രാമപഞ്ചായത്തിലായിരുന്നു 2020 ഭരണമുണ്ടായിരുന്നത്. അത് 66 ആക്കി ഉയർത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് എറണാകുളം ജില്ലയിൽ അത് കോർപ്പറേഷൻ തലത്തിലായാലും ഗ്രാമപഞ്ചായത്ത് തലത്തിലായാലും UDF നടത്തിയിരിക്കുന്നു എന്നതാണ്. ശരി, മഹേഷ് പുലൂരിലേക്ക്. ദിവ്യ, എറണാകുളത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുമ്പോഴേ അവിടുത്തെ നഗരസഭകൾ ഒപ്പം കൊച്ചി കോർപ്പറേഷൻ അതാണ് ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു കണക്ക്. നോക്കൂ, ഈ കണക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെ ഒരു NDA നേരത്തെ ദിവ്യ പറഞ്ഞല്ലോ, അത് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ NDA മുന്നിലാണ് എന്ന് പറയാം. 21 സീറ്റ് അവിടെ NDAക്ക് അവിടെ ഉണ്ട്. NDAക്ക് 21 ഉണ്ട്. പക്ഷേ 20 അവിടെ LDFനുണ്ട്, 12 UDFനും വരുന്നുണ്ട്. അപ്പോൾ തൃപ്പൂണിത്തറയിലെ ഭരണം കുറച്ചൊരു കൗതുകമുള്ളതായിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കേവല ഭൂരിപക്ഷമില്ല അവിടെ NDAക്ക്, കേവല ഭൂരിപക്ഷമില്ല. പക്ഷെ അപ്പോഴും ആലുവയിൽ UDF, അങ്കമാലിയിൽ UDF, ഏലൂരിൽ UDF, കളമശ്ശേരിയിൽ വീണ്ടും UDF എത്തുകയാണ്. കൊച്ചി കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞ പോലെ UDFന്റെ തേരോട്ടം അവിടെ കണ്ടതാണ്. കൂത്താട്ടുകുളം UDF എടുത്തു. കൂത്താട്ടുകുളമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവിടെ LDFന് വലിയ മെജോറിറ്റി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു നഗരസഭയാണ് കൂത്താട്ടുകുളം എന്ന് പറയുന്നത്. കൂത്താട്ടുകുളത്ത് ശോഷിച്ച് അവിടെ അത് UDFന് കൊടുക്കുന്നു. കോതമംഗലം UDFന് വന്നു. മരട് നേരത്തെ UDF ആണ്, അവിടെ UDFന് തന്നെ വരുന്നു. മൂവാറ്റുപുഴയിൽ UDF, നോർത്ത് പറവൂരിൽ UDF, VD സതീശന്റെ നോർത്ത് പറവൂരിൽ അവിടെ UDF, പെരുമ്പാവൂരിൽ UDF, പിറവത്ത് UDF, തൃക്കാക്കരയിൽ UDF. അടിമുടി UDF മയം എറണാകുളം. തൃപ്പൂണിത്തറയിൽ ഫലം വന്നോ? തൃപ്പൂണിത്തറയിൽ 53 വാർഡുകളുണ്ട്. അതിൽ 27 കേവല ഭൂരിപക്ഷം വേണ്ടത്. അതിൽ 12 UDF അവിടെ ഉണ്ട്, 20 LDF ഉണ്ട്, 21 അവിടെ NDA ഉള്ളത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉള്ളതേ. ഏതെങ്കിലും തരത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലല്ലോ, ഉറച്ച സീറ്റിന്റെ വ്യത്യാസമാണ് LDFും അവിടെ NDAയും തമ്മിലുള്ളത്. അപ്പോൾ എങ്ങനെ വരും? അതൊരു കൗതുകമുള്ള സ്ഥലമാണ് അപ്പോൾ തൃപ്പൂണിത്തറ. ഇപ്പോൾ എന്തായാലും NDAക്കൊപ്പം നിന്നിട്ടുള്ള 2 നഗരസഭകളിൽ ഒന്നപ്പോൾ തൃപ്പൂണിത്തറയാണല്ലേ. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എന്തായാലും വരും മണിക്കൂറുകളോ വരും ദിവസങ്ങളോ അറിയാൻ കഴിയും.